ഹായ് ഓൾ, പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്യൂണ വെച്ചിട്ടൊരു സിമ്പിൾ കിഡിലനായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യാൻഡ് ട്യൂണ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതല്ലാതെ ഫ്രഷ് ട്യൂണ വെച്ചിട്ടും ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ക്യാൻഡ് ട്യൂണ രണ്ട് ടൈപ്പിൽ വരും, സൺഫ്ലവർ ഓയിലും വാട്ടറിലും. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ വരുന്ന ട്യൂണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചെയ്താലും മതി. ഓയിൽ വരുന്ന ട്യൂണ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ ഓയിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചൂടായ ഓയിലിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി എന്നിവ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ചെറിയൊരു യെല്ലോയിഷ് കളർ വരുന്നേക്ക് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുക. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റിലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നിറം മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കുറച്ച് കനത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള വഴന്നുടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ചെറിയ രീതിയിൽ മീനിനോടൊപ്പം കടിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മറ്റു മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാലപ്പൊടികളുടെ റോ സ്മെല്ല് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഫിഷ് മസാലയാണ്. ഫിഷ് മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളൂ. തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ട്യൂണ ചേർത്ത് കൊടുക്കാം. ക്യാനില ഓയിലിൻ്റെ ആ ഒരു ഫ്ലേവർ ലഭിക്കാൻ വേണ്ടി ഒരല്പം ഓയിലോട് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ട്യൂണയിലെ ആ വലിയ പീസൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച്
1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ സ്പെഷ്യൽ ട്യൂണ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.